സർവശക്തനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ബൈബിൾ, ഇതാണ് നമ്മുടെ പഠന വിഷയം. 88ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവം മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും ഉദാത്തവും ശ്രേഷ്ഠവുമേറിയ ദാനം, തൻ്റെ വെളിപാട്, ദൈവാലോചന, ദൈവത്തിൻ്റെ മനസ്സ് പൊഴിച്ചു തന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ മനസ്സിലാക്കുന്നതിൻ്റെ തടസ്സങ്ങളാണ്. ബൈബിൾ മനസ്സിലാക്കുന്നതിലെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും. സാധാരണ നിലയിൽ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമാണ് അല്പമെങ്കിലും കുറച്ചെങ്കിലും അല്ലെങ്കിൽ ഒന്നും അറിയാത്ത, ബൈബിളിനെക്കുറിച്ച് ഒന്നും അറിയാനായിട്ട് കഴിയാത്ത ജനവിഭാഗം സാധാരണ പറയുന്ന ഒരു പ്രയോഗമാണ് ബൈബിൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഭൂമിയിൽ ആർക്കും ബൈബിൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാണ് പൊതുവെ കൊണ്ടു നടക്കുന്ന ധാരണ. നിങ്ങളും ഒരുപക്ഷെ അത് കേട്ടിരിക്കാം. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു ഒരു ന്യായം നിരത്തുന്നത്? കാരണം ഈ പറയുന്ന മിക്കവരും, ഈ പറയുന്ന 100 പേരിൽ 99 പേരും ബൈബിൾ പഠിക്കുന്നവരല്ല. ബൈബിൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ തരത്തിൽ ബൈബിൾ കൈകാര്യം ചെയ്ത് പഠിക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇപ്രകാരം ഒരു പ്രസ്താവന പറയില്ല. ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ ചിലപ്പോൾ ക്രിസ്ത്യഗോളത്തിൽ അവർ കണ്ടുവരുന്ന വിഭാഗീയ ചിന്തഗതികൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. കാരണം ഇതേ പുസ്തകം കയ്യിലേന്തിക്കൊണ്ട് ക്രിസ്ത്യാനികൾ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവരുടെ ലോകത്ത് കണ്ടുവരുന്ന പരസ്പര വിരുദ്ധമായ പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും ഉപദേശങ്ങളും കൊണ്ടു നിറഞ്ഞ് തെരുവിൽ പോരാടുന്ന വിധത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ക്രിസ്തീയ ഗോളത്തിലെ വിഭാഗീയത. ഇത് കണ്ട് മടുത്തുകൊണ്ടും ചിലർ പറയാം, ഒരു പുസ്തകം കൊണ്ടു നടന്നിട്ടും ഇവർ തമ്മിൽ പോരടിക്കുന്നു, അപ്പോൾ ഈ പുസ്തകം ശരിക്കാരും മനസ്സിലാക്കുന്നില്ല. ഇതൊരു കാരണമാണ്. ഈ പ്രകാരം ബൈബിൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നതിന് ഇപ്രകാരമുള്ള വിഭാഗീയത, നാമധേയ വിഭാഗങ്ങൾ, ക്രിസ്തീയ ഗോളത്തിൽ കണ്ടുവരുന്ന ഈ വിഭാഗീയത ഇപ്രകാരമുള്ളൊരു പ്രസ്താവനയ്ക്ക് പിന്നിൽ സംഭാവനകൾ ചെലുത്തിയിട്ടുണ്ട് എന്നതിൽ അസത്യമല്ല, സത്യമാണ്. ബൈബിൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഗ്രന്ഥമല്ല. ബൈബിൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ചില വേദഭാഗങ്ങൾ നമ്മുടെ ആത്മീകമായ പക്വതയില്ലായ്മയോ അറിവില്ലായ്മയോ കൊണ്ട് ആദ്യം വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം വളരുമ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ദൈവം നമുക്ക് തന്നത്. പക്ഷേ നമ്മൾ രാവിലെ ന്യൂസ് പേപ്പർ, വർത്തമാന പത്രം വായിക്കുന്ന പോലെ, ഞായറാഴ്ച രാവിലെ വർത്തമാന പത്രം വായിക്കുന്ന പോലെ ഇങ്ങനെ ഉദാസീനമായിട്ട് അലക്ഷ്യമായിട്ട് വായിച്ചു പോകാനുള്ള പുസ്തകമല്ല ബൈബിൾ. അതാദ്യം മനസ്സിലാക്കണം. ബൈബിൾ പഠിക്കുക എന്നുള്ളത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ജീവിതം മുഴുവൻ സമർപ്പിക്കപ്പെട്ട ഒരു ഉദ്ദേശമായിരിക്കണം. ആഴ്ച ഒരു ദിവസമല്ല, മാസത്തെ ഒരു ദിവസമല്ല. എൻ്റെ ജീവിതം ദൈവവചനം, ബൈബിൾ മനസ്സിലാക്കാൻ വേണ്ടി മാറ്റിവെച്ചതായിരിക്കണം. വേറെ ജോലിക്ക് പോകരുതെന്നല്ല, പക്ഷേ ഈ ഒരു സമർപ്പണം ഉണ്ടാകണം. എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ആയുസ്സിൽ എനിക്ക് ബൈബിൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ഇങ്ങനെ പറയും, ഒരു ലൈഫ് ടൈം പ്രോജക്റ്റാണ്. എൻ്റെ ജീവിതം മുഴുവൻ അതിനായി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. ഒരു വ്യക്തി ഈ പുസ്തകവുമായ പ്രണയത്തിലെത്തിയാൽ, വചനവുമായൊരു പ്രണയത്തിലെത്തിയാൽ, ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ആനന്ദകരമായൊരു അനുഭവമാണ് ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. കാരണം ദിനംതോറുമുള്ള നടത്തിപ്പ്, ഒരു ദിവസം പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏത് സൗകര്യമുള്ള സമയം, ദിനംതോറുമുള്ള ദൈവിക നടത്തിപ്പ് ഈ വചനത്തിലൂടെ ലഭിക്കും. ബൈബിൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ദൈവം നമ്മോട് ഇടപെടുകയാണ്. ദൈവം നമ്മോട് ഇടപെടുകയാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഏതെങ്കിലും എഴുത്തുകാരൻ, കഥാകൃത്ത്, വിശ്വസാഹിത്യകാരൻ എഴുതി തയ്യാറാക്കിയ പുസ്തകമല്ല. ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ്. ഈ ഒരു അടിസ്ഥാന ബോധമുണ്ടെങ്കിൽ
ബൈബിൾ പഠനം ജീവിത ശൈലിയായി മാറും. ബാക്കി എല്ലാ സാഹിത്യ ഗ്രന്ഥങ്ങളെ പോലെ തന്നെ നാം എത്രത്തോളം ബൈബിൾ പഠിക്കുമോ അത്രത്തോളം ബൈബിൾ മനസ്സിലാക്കാൻ എളുപ്പമായി വരും. ഇതിൽ യാതൊരു ഒഴികഴിവില്ല. ഇപ്പോൾ ബൈബിൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ മിക്കപേരും ബൈബിൾ പഠിക്കാത്തവരാണ്, ബൈബിൾ പഠിക്കാൻ ശ്രമിക്കാത്തവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ഗ്രന്ഥം നൽകി തന്നത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന വിധത്തിലാണ്. ദൈവശ്വാസീയമാണ് ഈ ഗ്രന്ഥം. മനുഷ്യൻ്റെ എഴുത്തിൻ്റെ ശൈലിയോ മനുഷ്യൻ്റെ കഴിവിൽ നിന്നോ മനുഷ്യൻ്റെ പ്രാഗൽഭ്യം, പാണ്ഡിത്യം, വിജ്ഞാനം ഇതിൽ നിന്ന് അറിവിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതാണ് പുസ്തകത്തിൽ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിയും. നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നൽകപ്പെട്ട പുസ്തകം മനസ്സിലാക്കുമ്പോൾ നമുക്കതിനെ അഹങ്കരിക്കേണ്ട കാര്യം, അത് കൃപയാണ്, വലിയൊരു അനുഗ്രഹമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ അടിസ്ഥാന സത്യങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക്, കാരണം ദൈവമായിട്ട് പാപനിമിത്തം അകന്നുപോയ മനുഷ്യനെ ദൈവം തന്നിലേക്ക് പുനഃസ്ഥാപിക്കുന്ന ആ രക്ഷയുടെ പരിജ്ഞാനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെയാണ് ദൈവം തൻ്റെ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുള്ളത്. ദൈവം ആശയക്കുഴപ്പം തരില്ല. ഇന്ന് ലോകത്തിലെ മനുഷ്യർ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുവൻ രക്ഷിക്കപ്പെടാനുള്ള മാർഗമെന്തെന്ന ചോദ്യം ലോകത്തോട് ചോദിച്ചാൽ, ക്രിസ്തീയ ലോകത്തോട് ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായ ഉത്തരം പറയും. എല്ലാവരും ബൈബിൾ എടുത്തു വെച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. ഒരുവൻ രക്ഷിക്കപ്പെടാനുള്ള വിഷയം ബൈബിളിൽ ദൈവം ഒരിക്കലും ആശയക്കുഴപ്പം തരില്ല. അവിടെ ഏറ്റവും പ്രധാന വിഷയമാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ. അതിനുവേണ്ടി ദൈവം കൃത്യമായി വ്യക്തമായി ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം ഒരിക്കലും നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സത്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ദൈവം നൽകിയിട്ടില്ല. മനുഷ്യനാണ് ഈ തരത്തിൽ ബുദ്ധിമുട്ടാക്കിയത്. അവരുടെ പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടേതായ വിഭാഗങ്ങളെയും ന്യായീകരിക്കാൻ വേണ്ടി അവർ അതിനെ വളച്ചൊടിക്കുകയായിരുന്നു രക്ഷാപരിജ്ഞാനം. ബൈബിൾ തുറന്ന് വായിക്കണം, വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ചില കാരണങ്ങൾ, ചില അടിസ്ഥാന സത്യങ്ങൾ വ്യക്തിപരമായി ഓരോ വ്യക്തികളും ബൈബിൾ മനസ്സിലാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അവസ്ഥകൾ, ഈ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നതിന് പിന്നുള്ള കാരണം ബൈബിളിനെക്കുറിച്ചുള്ള ഈ അറിവില്ലായ്മ നിമിത്തം പലരും നൽകിയിട്ടുള്ള പ്രസ്താവനകൾ തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, നാം ജീവിക്കുന്ന ഈ ലോകം അടിസ്ഥാനപരമായി ബൈബിളിനെക്കുറിച്ച് അറിവുള്ളവരല്ല. മതലോകത്തിൽ നാമധേയ വിഭാഗങ്ങളിൽ മത അധ്യക്ഷന്മാരായി മേലധ്യക്ഷന്മാരായി ഒക്കെ ചമഞ്ഞ് നടക്കുന്ന മനുഷ്യരുൾപ്പെടെ ഈ ലോകത്തിൽ മിക്കവരും അടിസ്ഥാനപരമായി ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അത് നിമിത്തം അനേക തെറ്റിദ്ധാരണകളാണ് ബൈബിളിനെ സംബന്ധിച്ച് പരന്നുകൊണ്ടിരിക്കുന്നത്. അനേക തെറ്റിദ്ധാരണകളാണ്. നമ്മുടെ പഠനത്തിൽ നാം വളരെ ഗൗരവമായി പരിഗണിക്കാൻ പോകുന്നത് ഈ തെറ്റിദ്ധാരണകൾ. അത് തെറ്റാണെന്നും ദൈവത്തിനെ മനസ്സിലാക്കാൻ അതൊരിക്കലും ഒരു സംഭാവനയും നൽകുന്നില്ല എന്നുമാണ്. അപ്പോൾ ഈ തെറ്റായ വിവരങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൽ ഈ തെറ്റായ ധാരണകൾ സ്വാധീനം ചെലുത്താതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ചില അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് ബൈബിൾ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കും. ഉദാഹരണത്തിന് ലോകത്ത് 100 പേരുണ്ടെങ്കിൽ, 100 പേരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ, ഈ ബൈബിൾ വായിച്ചിട്ട് 100 പേര് എന്തുകൊണ്ട് 100 വഴിക്ക് പോയി, 100 സിദ്ധാന്തങ്ങൾ കൊണ്ടുപോയി, 100 തരത്തിൽ വ്യാഖ്യാനങ്ങൾ നടത്തി? എന്തുകൊണ്ട് ഈ 100 പേര് ഒന്നായിരിക്കുന്നില്ല? ഈ 100 പേര് ഒന്നായിരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദൈവം വചനം തന്നത്, വ്യക്തമായി വെളിപ്പെടുത്തിയത്. പക്ഷേ 100 പേരും 100 വഴിക്കാണ് പോയത്. ഇത് കാണുന്നവർ പറയും, അയ്യോ അപ്പോൾ ബൈബിൾ പഠിച്ചാൽ ഇങ്ങനെ ആയി പോകുമോ, നമ്മൾ ബൈബിൾ പഠിക്കാൻ തയ്യാറാകില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മളെ തന്നെ സംരക്ഷിക്കാനാണ്. നമ്മളും ദൈവവചനവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ തെറ്റിദ്ധാരണകൾ നമ്മളെ ബാധിക്കരുത്, നമ്മളെ സ്വാധീനിക്കരുത്. അപ്പോൾ ആദ്യത്തെ കാരണം എന്തുകൊണ്ട് ബൈബിൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നു. ഒന്ന്, ലളിതമായി പറഞ്ഞാൽ മനുഷ്യർ ദൈവവചനം പഠിക്കുന്നില്ല.
ദൈവവചനം മനുഷ്യർ പഠിക്കുന്നില്ല. വെറുതെ കേട്ടുപോകാം, വായിച്ചു പോകാം, പ്രസംഗിക്കുന്ന അവിടെ പോയിരുന്ന് കേൾക്കാം, പക്ഷെ വചനം പഠിക്കുന്നില്ല. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം: ഞാനൊരു ബൈബിൾ വിദ്യാർത്ഥിയാണോ? ബൈബിൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? ബൈബിൾ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതാണ്: ഞാൻ ബൈബിൾ പഠിക്കുന്നില്ല. പഠിക്കാത്തൊരു കാര്യം എങ്ങനെ മനസ്സിലാകും? നാം പഠിക്കാൻ ശ്രമം നടത്താത്ത ഒരു വിഷയം നാം എങ്ങനെ മനസ്സിലാക്കിയെടുക്കും? എത്രത്തോളം ബൈബിൾ നന്നായി മനസ്സിലാക്കുമോ അത്രത്തോളം നമ്മൾ ബൈബിളിൽ അടങ്ങുന്നത് എന്തെന്ന് മനസ്സിലാക്കും. പത്രോസ് തൻ്റെ ലേഖനം, രണ്ടാമത്തെ ലേഖനത്തിൻ്റെ അവസാന വാക്യം പത്രോസ് എഴുതുമ്പോൾ ഇപ്രകാരമാണ് പത്രോസ് എഴുതി അവസാനിപ്പിച്ചത്. 2 പത്രോസ് 3:18 കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ദൈവപരിജ്ഞാനത്തിൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി വളരണം എന്നുള്ളത് ദൈവഹിതമാണ്. വചനമനുസരിച്ച് സ്നാനമേറ്റ് അതോടെ തീരുന്നില്ല. അത് സ്നാനമേറ്റതോടുകൂടി വചനം മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ദാനം കിട്ടുന്നതിലൂടെ തുടർന്നുള്ള തൻ്റെ ജീവിതം മുഴുവൻ ഈ ഗ്രന്ഥം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അധ്വാനം, സമർപ്പണമായിരിക്കണം. ബറോവ എന്ന് പറയുന്ന സ്ഥലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അവിടെയുള്ള മനുഷ്യർ, അവർക്ക് ദൈവനെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അവരെക്കുറിച്ച് പറയുന്നത് പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ ഉദാത്തമായ മാന്യരായ അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പ്രവർത്തികളുടെ പുസ്തകം 17:11 അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ബറോവയിലുള്ളവരെക്കുറിച്ചാണ്. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ട്, ജാഗ്രത, ഉണർന്നിരിക്കുന്ന അവസ്ഥ, കേൾക്കുന്ന എന്താണെന്നുള്ള ബോധമുള്ള അവസ്ഥ, പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയൊന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നു. അവർ ശ്രദ്ധിച്ചത്, ദൈവം ശ്രദ്ധിച്ചതിൻ്റെ ജാഗ്രത വളരെ ഉദാത്തമാണ്. അതുകൊണ്ട് അവർക്കതിൻ്റെ അനുഗ്രഹം കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാരണം ബൈബിൾ എന്തുകൊണ്ട് മനുഷ്യർ, തിരുവെഴുത്തുകൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അവരത് പഠിക്കുന്നില്ല. ബൈബിൾ പഠിക്കുന്നില്ല. ഈ ബറോവയിലുള്ളവരെ പോലെ നമ്മൾ ബൈബിൾ പഠിക്കുവാൻ, തിരുവെഴുത്തുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ആത്മീയ കുളത്ത് ഈ ആശയക്കുഴപ്പമുണ്ടാകില്ല. ഒരുവൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നുള്ള വിഷയത്തിൽ ആശയക്കുഴപ്പമില്ല. കാരണം ക്രിസ്തു വ്യക്തമായി പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തതിന് രക്ഷിക്കപ്പെടും. അപ്പോസ്തലർ ലോകമെങ്ങും പോയി പ്രസംഗിച്ചപ്പോൾ സുവിശേഷം കേട്ടവർ, പാപങ്ങളെ വെച്ച് മനസാന്തരപ്പെട്ടവർ, ക്രിസ്തുവിൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞവർ ഒരു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കാരണം വിത്ത് വിതച്ചാൽ ഒരേ വിത്താണ് വിതച്ചെങ്കിൽ എല്ലായിടത്തും ഒരേ ഫലമേ കിട്ടൂ. അതിനിടയ്ക്ക് ശിശുക്കളെ മുക്കുക, വചനത്തിൽ സ്നാനപ്പെടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായ ദുരുപദേശങ്ങളുണ്ടാകില്ല. വചനം ശരിക്കും മനസ്സിലാക്കിയാൽ ഉപദേശം കൃത്യമാകും, എല്ലായിടത്തും ഒരുപോലെ. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ ഒരേ ഒരു സഭയേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങൾ വന്ദനം ചെയ്യുവീൻ, നിങ്ങൾ വന്ദനം ചെയ്യുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ. ക്രിസ്തുവിൻ്റെ സഭകൾ. കാരണം ഒരേ ഉപദേശം, ഒരേ വിത്ത് വിതയ്ക്കും. അവർ വചനം പഠിച്ച് മനസ്സിലാക്കിയവരാണ്. രണ്ടാമത്തെ കാരണം, വളരെ പ്രധാനമായ മറ്റൊരു കാരണം, പലരും ബൈബിൾ പഠിക്കുന്നത് ഹൃദയവും മനസ്സും അടച്ചു വെച്ചിട്ടാണ്. ഹൃദയവും മനസ്സും അടച്ചു വെച്ച്, മനസ്സ് അടച്ചു വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ദൈവവചനത്തിൻ്റെ ആശയങ്ങൾ, ചിന്തകൾ, ദൈവം നമുക്ക് നൽകിത്തരുന്നതായ പ്രബോധനങ്ങൾ, ഇതൊന്നും മനസ്സിലാകില്ല. തുറന്ന മനസ്സ് വേണം. മനസ്സ് തുറന്ന് എഴുതി കുത്തി വരച്ചതായൊരു പേപ്പറിലോ സ്ലേറ്റിലോ പിന്നെ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം ആ പ്രതലം ക്ലീനാക്കണം, വൃത്തിയാക്കണം, ദൈവശബ്ദം കേൾക്കാൻ ഒരുങ്ങണം. തുറന്ന മനസ്സ് വേണം എന്ന് പറഞ്ഞാൽ സത്യം അന്വേഷിക്കുന്നുള്ള താല്പര്യം വേണം. കുത്തി വരച്ചിട്ട് ഇരിക്കരുത്. നമ്മുടെ സിദ്ധാന്തത്തെ ന്യായീകരിക്കാനും പിന്തുണയ്ക്കാനുമല്ല ബൈബിൾ പഠിക്കേണ്ടത്. ബൈബിൾ എന്ത് പറയുന്നു അതനുസരിച്ച് നമുക്ക് മാറ്റം വരാം. അത് നമുക്ക് അടുത്ത പോയിന്റ് പറയാനുള്ളതാണ്. ഇപ്പം ഒരു തുറന്ന മനസ്സ്, സത്യം അന്വേഷിക്കുന്ന മനസ്സ്. ഇപ്പം മതപരമായ പാരമ്പര്യങ്ങളും സമ്പ്രദായത്തിൻ്റെ ലോകത്തിലും ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ദൈവനെ പഠിക്കാൻ ഈ തുറന്ന മനസ്സ് ഉപയോഗിച്ചാൽ മതി. ദൈവനെ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടി വായിക്കുക. സത്യം അന്വേഷിക്കുവാൻ വേണ്ടി വായിക്കുക. തുറന്ന മനസ്സുള്ള മനുഷ്യർ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്.
കർത്താവ് യേശു ഉപമ പറയുമ്പോൾ ഉപമ കേട്ട് വലിയൊരു പുരുഷാരം പോയി തിരിച്ചു പോയി. പക്ഷേ ശിഷ്യന്മാർ അവിടെ നിന്നു. യേശുവോട് ചോദിച്ചു, ഉപമയുടെ പൊരുളെന്താണ്? ക്രിസ്തു പറഞ്ഞ വാക്കിൻ്റെ വചനങ്ങളുടെ അർത്ഥമറിയാൻ ആഗ്രഹിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കഥ കേട്ടുപോയി, പ്രസംഗം കേട്ടുപോയി, ഒന്ന് ചിന്തിച്ചതുപോലുമില്ല. ഹൃദയം തുറന്ന മനുഷ്യർ, മനസ്സ് തുറന്ന മനുഷ്യർ, അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ ചോദ്യങ്ങളുടെ ഉത്തരം തേടുന്നവരാണ്. ചോദ്യം ചോദിച്ചു പോകില്ല, ചോദ്യങ്ങളുടെ ഉത്തരം തേടുന്നവരാണ്. മറ്റുള്ളവർ അവരെ പഠിപ്പിക്കുമ്പോഴും മറ്റുള്ളവരിൽ നിന്നുള്ള അറിവുകളും അവർ സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കും. അത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു അടച്ച മനസ്സോടുകൂടി ബൈബിൾ കേൾക്കുവാൻ, വചനം പഠിക്കാൻ ശ്രമിച്ചാൽ ദൈവവചനത്തിലെ സന്ദേശം മനസ്സിലാകില്ല. ദൈവവചനത്തിലെ സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് ദൈവവചനത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. തൻ്റെ വിശ്വാസ ജീവിതം ഇന്നുവരെ കൊണ്ടു നടക്കുന്ന ജീവിത രീതിയും വിശ്വാസ സംഹിതകളും തെറ്റാണ് എന്ന് ബോധ്യമുണ്ടാകും തുറന്ന മനസ്സോടെ വചനം പഠിച്ചാൽ. കാരണം പല മനുഷ്യരുടെയും സിദ്ധാന്തങ്ങളും ചിന്താഗതികളും വിശ്വാസ രീതികളൊക്കെ തെറ്റാകാം. പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും ആചാരങ്ങളുമൊക്കെ പിന്തുടർന്ന് കിട്ടിയതായ പലതും കൊണ്ടു നടക്കുന്നവരാകാം. പക്ഷെ ഒരു ബൈബിളൊന്ന് വായിച്ചാൽ മതി, തുറന്ന മനസ്സോടെ. നമ്മൾ പിൻപറ്റുന്ന പലതും തെറ്റാണ് എന്ന് ബോധ്യം വരും. പക്ഷെ അതിന് വസ്തുനിഷ്ഠമായ വചനം പഠിക്കണം. പഴയമത്തിലൊരു മനുഷ്യനുണ്ട്, യഹോയാക്കീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യഹൂദ രാജ്യത്തിൻ്റെ രാജാവാണ്. ഈ വിഷയത്തിന് നല്ല ഉദാഹരണമാണ് യെരമ്യാ പ്രവാചകൻ. ഈ മനുഷ്യൻ്റെ, ഈ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ തെറ്റായ കാര്യങ്ങളെക്കുറിച്ച്, ദുഷ്ടചിന്തകളെക്കുറിച്ച്, തെറ്റായ ഭരണരീതികളെക്കുറിച്ചെല്ലാം യെരമ്യാവ് ശക്തമായി രേഖപ്പെടുത്തിയിരുന്നു. ഈ പുസ്തകം യഹോയാക്കീം എന്ന രാജാവിന് മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചു. യിരെമ്യാ പ്രവചന പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 20 മുതൽ കേൾക്കുക. അനന്തരം അവർ പുസ്തകച്ചുരുൾ രായസക്കാരനായ എലീശമ്മയുടെ മുറിയിൽ വെച്ചേച്ച് അരമനയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളൊക്കെ രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് ചുരുൾ എടുത്തുകൊണ്ടുവരുവാൻ യഹൂദിയെ അറിയിച്ചു. ആദ്യം ഈ ചുരുൾ കണ്ടെത്തി, ചുരുളിൽ പറയുന്ന കാര്യങ്ങൾ രായസക്കാരൻ, അതൊരു വേലക്കാരൻ, ഈ വേലക്കാരൻ ഒരു പട്ടാളത്തലവൻ ഈ രാജാവിൻ്റെ മുമ്പിൽ അറിയിച്ചു. ഇങ്ങനെയൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുക ഞങ്ങൾ കണ്ടു. രാജാവ് പറഞ്ഞ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. രാജാവ് ചുരുൾ എടുത്തുകൊണ്ടുവരാൻ യഹൂദിയെ അയച്ച് അവർ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു. യഹൂദി അത് രാജാവിനെയും രാജാവിൻ്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ച് കേൾപ്പിച്ചു. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിലായിരിക്കുകയായിരുന്നു. അവൻ്റെ മുമ്പാകെ നെരിപ്പോടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെ കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ ചുട്ടുകളയരുത് എന്ന് അവരെ അപേക്ഷിച്ചിട്ടും അവരത് കേട്ടില്ല. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യെരമ്യാ പ്രവാചകനെ പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യെരഹ്മേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായാവോടും അബ്ദേലിൻ്റെ മകനായ ശെലെമ്യാവോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. ദൈവം ഒരു അവസരം കൊടുത്തതാണ്. ദൈവവചനത്തിലൂടെ, ദൈവത്തിൻ്റെ ശബ്ദത്തിലൂടെ ജീവിതം ക്രമീകരിക്കാൻ അവസരം കൊടുത്തു. അത് കേട്ട് മാനസാന്തരപ്പെട്ട് വസ്ത്രം കീറി ദൈവസന്നിധിയിൽ കുറ്റങ്ങൾ സമ്മതിക്കുന്നതിന് പകരം രാജാവിനെ കത്തിച്ചു കളഞ്ഞു. വെട്ടി കഷ്ണങ്ങളായി കത്തിച്ചു കളഞ്ഞു. കാരണം ആ മനുഷ്യൻ്റെ മനസ്സടഞ്ഞതാണ്. ജീവിതം ക്രമീകരിക്കാൻ, പുനഃസ്ഥാപിക്കാൻ, പുരോഗമിക്കാൻ, വളരാൻ, പരിജ്ഞാനത്തിൽ വളരാൻ ഒന്നും താല്പര്യമില്ല. തൻ്റെ ഇരുണ്ട ജീവിതത്തിൽ തന്നെ ഒരു കൂടിക്കൂന്നിയിരുന്ന ഒരു മനുഷ്യൻ. ഇതാണ് ലോകത്ത് അനേകം ആൾക്കാരുടെ അവസ്ഥ. ദൈവം നിന്ന് കേൾക്കാൻ, ആ പ്രകാശം കാണാൻ തയ്യാറല്ല. മനസ്സ്, ഹൃദയം അടച്ചിരിക്കുകയാണ് വചനത്തോട്. മറുവശത്ത് ഹൃദയം തുറന്ന, മനസ്സ് തുറന്ന മനുഷ്യനെ സംബന്ധിച്ച് അവരെപ്പോഴും എളിമപ്പെടും. ദൈവിക സത്യങ്ങൾ അറിയാൻ, തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്ന ദൈവവചനം, നടക്കേണ്ട പാതകൾ വെളിപ്പെടുത്തുന്ന വചനം കേൾക്കാൻ അറിയാൻ ഹൃദയം തുറന്നിരിക്കും. ഓരോ തവണ വായിക്കുമ്പോഴും, ബൈബിൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ദൈവം എന്നോട് സംസാരിക്കണം. ഇന്ന് നീ എന്നോട് എന്താ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ ഏത് തീരുമാനമാണ് തെറ്റ്? എൻ്റെ ഏത് കാഴ്ചപ്പാട്, ഏത് വിശ്വാസമാണ് വചനവിരുദ്ധമായിട്ടുള്ളത്? എനിക്ക് കാണിച്ചു തരണം എന്ന പ്രാർത്ഥനയോടെ വചനം കേൾക്കുന്ന, വായിക്കുന്ന വ്യക്തി അത് കേൾക്കും, അതറിയും. കാരണം സത്യം തേടുന്ന വ്യക്തി അവരുടെ ജീവിതത്തിൽ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മാത്രമല്ല ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചുള്ള വെളിപാടുകൾ അവന് കിട്ടും, ഉൾക്കാഴ്ച അവന് കിട്ടും. ഈ ഒരു മനോഭാവം എത്യോപ്യക്കനായ ഷണ്ണൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം.
ഈ രാജ്ഞിയുടെ ഭണ്ഡാരവിജയകാരനായ ഈ ഷണ്ണൻ യെരുശലേമിലേക്ക് പോയിട്ട് വരികയാണ്. വരുന്ന സമയത്ത് തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു ചുരുൾ വായിക്കുകയാണ്. ഒരു ചുരുൾ സ്വന്തമാക്കാൻ കഴിയാവുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ധനവാന്മാർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അത്രയ്ക്ക് വലിയാണ്, കൈകൊണ്ട് എഴുതുന്ന രീതിയാണെന്ന്. ഈ ചുരുൾ വായിക്കുമ്പോൾ ഇവനൊന്നും പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെയാണ് ദൈവം ഇവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ട് ഇവനെ അന്വേഷിക്കുന്നവനും സത്യം തേടുന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അടുക്കൽ ഒരു സുവിശേഷകനെ അയക്കും, ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടക്കും. ഇവൻ തേരിലിരുന്നത് വായിക്കുകയാണ്. പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. ഉറക്കെ വായിക്കുകയാണ്. കാരണം മരുഭൂമിയാണ്, ആരുമില്ല. ഇവൻ ഉറക്കെ വായിക്കുകയാണ്. ചിലർക്ക് ഉറക്കെ വായിച്ചാലാണ് കൂടുതൽ മനസ്സിലാകുന്നത്. പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ഫിലിപ്പോസ് കേൾക്കാനിട വന്നത്. പക്ഷേ ഫിലിപ്പോസ് ചോദ്യം ചോദിച്ചു. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നമ്മൾ കേൾക്കുന്ന വചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കേൾക്കുന്ന പ്രസംഗം നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ കേൾക്കുന്ന ബൈബിൾ പഠനങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ആ ഷണ്ണനായ മനുഷ്യൻ, ആ ശരീരത്തിൽ മാത്രമേ ഷണ്ണത്വമുള്ളൂ, അവൻ്റെ മനസ്സിലില്ല. ഇന്ന് ശരീരത്തിൽ ഷണ്ണത്വമില്ല, മനസ്സ് മുഴുവൻ ഷണ്ണത്വമാണ്. അവൻ പറഞ്ഞ മറുപടി ഇതാണ്. എന്താണ്? ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഇത് ആരെങ്കിലും ഒരിക്കലും മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ, അറിയാനുള്ള ആഗ്രഹം, മനസ്സിലാക്കാനുള്ള ആഗ്രഹം, ഇത് പൊരുളൊന്ന് തിരിച്ചു തരണം. ദൈവം അതിനാണ് ഭൂമിയിലെ ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകന്മാരെയും മൂപ്പന്മാരെയും ഒക്കെ ദൈവം ഭൂമിയിൽ നൽകിയിരിക്കുന്ന സഭയ്ക്ക് ദാനമായി ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ജനത്തെ വഴി നടത്താൻ. പക്ഷെ നമ്മൾ ആദ്യം അവരെ എതിർക്കും, അവരെ അപമാനിക്കും. പിന്നെ നമുക്കെങ്ങനെ പരിജ്ഞാനം കിട്ടും? ഇന്ന് ലോകത്തിൽ അനേക ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ പരിജ്ഞാനമില്ലായ്മയുടെ ഒരു കാരണം ദൈവം അവർക്ക് കൊടുത്ത വചനം സംസാരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകന്മാരെയും അപമാനിച്ചതിൻ്റെ ശിക്ഷയാണ്. ഇവിടെ ഈ ഷണ്ണം ചോദിച്ച കൃത്യമായിട്ട്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. എന്നിട്ട് അവൻ ഫിലിപ്പോസിനെ കൂടെ കയറ്റിയിരുത്തി. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. കാരണം അവനെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഈ ചോദ്യം ചോദിച്ച മനുഷ്യന് ഉത്തരം അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവനെ കൂടെ ഇരുത്തി. ദൈവത്തിൻ്റെ ഹിത പദ്ധതിയാണ്. അവൻ തിരുവഴുത്തിൽ വായിച്ച ഭാഗം വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ സ്നാനമേൽക്കാൻ എന്ത് തടസ്സം? ആ ചോദ്യത്തിൽ അവൻ്റെ ഉത്തരം കൊടുത്തു. അവൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ശൂന്യത എന്ന് കണ്ടെത്തി. അവൻ പരിഹരിക്കപ്പെട്ട ജീവിതം. ഈ ഒരു മനോഭാവം എല്ലാ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തവർക്കുണ്ടായിരുന്നെങ്കിൽ, ഇതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വെള്ളിയെപ്പോലെ നിക്ഷേപങ്ങളെപ്പോലെ തിരഞ്ഞ് മണ്ണിൻ്റെ അടിയിലേക്ക് ചെന്നത് കണ്ടെത്തുന്ന പോലെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ. മൂന്നാമത്തെ കാരണം നമുക്കൊന്ന് ആരംഭിച്ച് വിടാം, ബാക്കിയൊക്കെ വിശദമായി അടുത്തുള്ള ക്ലാസ്സിൽ ചിന്തിക്കാം. പലരും ബൈബിൾ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ബൈബിൾ പഠിക്കുമ്പോൾ പലരും അവരുടെ സമ്പ്രദായങ്ങളെയും ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ന്യായീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബൈബിൾ പഠിക്കുന്നത്. ബൈബിൾ പഠിക്കുന്നുണ്ടെങ്കിലും അവരുടെ സമ്പ്രദായങ്ങളും ആചാരങ്ങളും പാരമ്പര്യങ്ങളും അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്തുകൊണ്ടാണ് ബൈബിൾ മനസ്സിലാക്കാൻ കഴിയാത്തത്. മിക്കവർക്കും ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം വായിക്കുന്ന രീതി, പഠിക്കുന്ന രീതി ശരിയല്ല. ഒരു ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം ഇങ്ങനെ അവർ കോട്ടിക്കളയും. വചനത്തിൻ്റെ അർത്ഥം, ആശയം കോട്ടിക്കളയും. എന്തിന്? അവരുടേതായ സ്വന്തം ആചാരങ്ങളും സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളെയും സ്വാധീനിക്കാൻ, അതിനെ പിടിച്ചു നിർത്താൻ, അതിന് കോട്ടം വരാതിരിക്കാൻ. ഇപ്പോൾ നാം വചനത്തിലൂടെ നമ്മൾ കാര്യം പഠിക്കുകയാണ്. വർഷങ്ങളായി നാം പിൻപറ്റുന്ന കൊണ്ടു നടക്കുന്ന ഒരു മതപരമായൊരു ആചാരം നമുക്കുണ്ടെന്ന് വിചാരിക്കുക. വചനം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലായി, ഞാൻ ഈ കൊണ്ടു നടക്കുന്ന ആചാരം, എൻ്റെ ഈ വിശ്വാസത്തിൽ തെറ്റുണ്ട്. വചനം വായിച്ചപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി. നമ്മൾ തയ്യാറാകുമോ മാറ്റാൻ? അയ്യോ, ഇന്ന് വചനം കേട്ടു, ഇതിങ്ങനെയാണല്ലോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനത് ഒത്തുനോക്കി, ശരിയാണ്. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും പ്രവൃത്തിയുടെ പുസ്തകത്തിലും എല്ലാം ഈ വിഷയം പറയുന്നുണ്ടല്ലോ. വിഗ്രഹം ഉണ്ടാക്കരുത്, ആരാധിക്കരുത്, പരിചയനൊന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഏത് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഏതെങ്കിലും നമ്മൾ കൊണ്ടു നടക്കുന്ന ആചാരം, നമ്മുടെ ജീവിത രീതി ദൈവന പ്രകാരം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ, കേൾക്കുന്ന നിമിഷം അവിടെ വെച്ചൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ദൈവമേ, ഇന്ന് ഞാൻ ഇത് ഉപേക്ഷിക്കും, എനിക്കിന്ന് ബോധ്യം വന്നു, ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഈ മതപരമായ തെറ്റ്, ദൈവവചനപ്രകാരം അല്ലാത്തൊരു രീതി ഞാൻ ഇന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതോ അതിന് പകരം
ദൈവവചനത്തെ നമ്മൾ കൊണ്ടു നടക്കുന്ന സമ്പ്രദായത്തെയും മറ്റ് രീതികളെയും ന്യായീകരിക്കുന്ന വിധത്തിൽ കേട്ടവനത്തെ വളച്ചൊടിക്കുമോ? അത് അവർക്ക് വേണ്ടിയുള്ളതാണ്, യഹൂദന്മാർക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയുള്ളതല്ല, അത് അന്നത്തെ കാലത്ത് അറിവില്ലായ്മയ്ക്ക് ദൈവം പറഞ്ഞതാണ്, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളച്ചൊടിക്കുമോ? ഇതാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് പലരും ബൈബിൾ വായിക്കുക പോലുമില്ല. കാരണം വായിച്ച് അറിയാം, ചെയ്യുന്ന തെറ്റ് പലതും വെളിപ്പെടും, ദൈവം കാണിച്ചു തരും. ഇപ്പോൾ ദൈവവചനത്തെ നാം വ്യാഖ്യാനിക്കും. വചനം നമ്മൾ കൊണ്ടു നടക്കുന്ന രീതികളെ ന്യായീകരിക്കുന്ന വിധത്തിൽ. എന്നാൽ ദൈവത്തിന് വചനം ആഴമുള്ളതാണ്. ഓരോ മനുഷ്യരും അവൻ്റെ സൗകര്യമനുസരിച്ച് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, സത്യമാണിത്. ദൈവവചനം മനസ്സിലാക്കാൻ കഴിയാത്തത്. ഈ തരത്തിലുള്ള മനസ്സുള്ളൊരു വ്യക്തിക്ക് വചനം വായിച്ചാൽ മനസ്സിലാകില്ല. ദൈവവചനം വായിക്കുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോട് സ്വീകരിക്കാൻ തുറന്ന ഹൃദയത്തോടുകൂടി വായിക്കുന്നതിന് പകരം വായിക്കുന്നതനുസരിച്ച് വായിക്കുന്ന വചനം നമ്മുടെ സൗകര്യവും ജീവിതവും വിശ്വാസവും അനുസരിച്ച് അതിനെ വളച്ചൊടിക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ, ആ തരത്തിലുള്ള അവസ്ഥയോടുകൂടിയാണ് ബൈബിൾ സമീപിക്കുന്നതെങ്കിൽ നമുക്ക് ബൈബിൾ സന്ദേശം മനസ്സിലാകില്ല. അപ്പോൾ എല്ലാ ദൈവമക്കളും, ദൈവത്തെ അറിഞ്ഞിട്ടുള്ളവർ, വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ മതപരമായ ആചാരപരമായ എല്ലാ വ്യാഖ്യാനങ്ങളും സമ്പ്രദായങ്ങളും അതൊന്ന് സമർപ്പിക്കണം. അതാദ്യം മാറ്റിവെക്കണം. ദൈവം നിൻ്റെ വചനം എന്തു പറയുന്നു? തുറന്ന മനസ്സോടെ ബൈബിൾ തുറക്കുക. വചനം എന്തു പറയുന്നു? അത് എൻ്റെ ജീവിതം എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഇതുവരെ നടന്ന പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എന്നെ കുഞ്ഞിലെ പഠിപ്പിച്ച സമ്പ്രദായങ്ങൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വചനം എന്തു പറയുന്നു എനിക്ക് കേൾക്കണം. വചനം പറയുന്നത് ഞാൻ കൊണ്ടു നടക്കുന്ന സമ്പ്രദായത്തിന് വിപരീതമാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് ബോധ്യപ്പെടണം. അങ്ങനെ വചനം പഠിക്കാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും ദൈവം സംസാരിക്കും, ദൈവം കാണിച്ചു തരും. മകനെ, മകളെ, നിൻ്റെ ജീവിത രീതി എൻ്റെ ഹിതമല്ല, നീ നിൻ്റെ പാരമ്പര്യത്തിലാണ്, ആചാരാനുഷ്ഠാനത്തിലാണ്. നിക്കോദീമോസിനോട് പറഞ്ഞു ക്രിസ്തു, നീ വീണ്ടും ജനിക്കണം. നീ യഹൂദൻ്റെ പ്രമാണിയാണ്, വലിയ പണ്ഡിതനാണ്, അവരെ പഠിപ്പിക്കുന്നവരാണ്, പക്ഷെ നിനക്ക് ഇപ്പോഴും അറിയില്ലേ? വീണ്ടും ജനിക്കണം. ദൈവം അന്വേഷിക്കുന്ന ബാഹ്യമല്ല, ശരീരമല്ല, ആത്മീകമായൊരു ജന്മം വേണം. ദൈവം ആഗ്രഹിക്കുന്നതാണ്. നീ അത് തേടണം. നീ തേടി, പക്ഷേ അത് കേൾക്കുമ്പോൾ നീ സമ്മതിക്കണം. നീ വീണ്ടും ജനിക്കണം. വെള്ളത്താലും ആത്മാവിൽ വീണ്ടും ജനിക്കണം. നിക്കോദീമോസ് ജനിച്ചു. കർത്താവ് കാണിച്ചു കൊടുത്ത സത്യത്തിന് കീഴ്പ്പെട്ടു. പിന്നീട് കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ ദൈവത്തെ ബഹുമാനിക്കണം. പലർക്കും വചനം മനസ്സിലാക്കാതെ പറ്റാത്ത മറ്റൊരു കാര്യം, ദൈവനത്തോട് യാതൊരു ബഹുമാനമില്ല. അവർ മതപരമായ ആചാരത്തെയും സമ്പ്രദായത്തെയും പാരമ്പര്യങ്ങളെയും നന്നായി ബഹുമാനിക്കും, പക്ഷെ വചനത്തെ മാനിക്കില്ല. വചനത്തോട് ബഹുമാനമില്ല. അതുകൊണ്ട് ഈ പുസ്തകം അടഞ്ഞ പുസ്തകമായി നിൽക്കും. വീട്ടിൽ 20-30 പുസ്തകങ്ങൾ കാണും, പക്ഷെ പുസ്തകം അടഞ്ഞതാണ്, പൊടി പിടിച്ചതാണ്. അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല ഇതുവരെ. ഈ വിഷയം അല്പം കൂടി അർത്ഥം വിശദീകരിക്കാനുണ്ട്. നമുക്ക് അടുത്ത പാഠത്തിൽ ഈ വിഷയത്തിൻ്റെ അർത്ഥം കൂടുതലായിട്ട് നമ്മൾ വിശദീകരിക്കുന്നതാണ്. താങ്ക് യു.